കൊതുക് മുട്ടയിട്ട കൊതുക് 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 മുട്ടയിട്ട കൊതുക്. എടാ കൊതുകേ, നീ എന്തിനാ എന്റെ ചെവിന്റെ അടുത്ത് വന്നിങ്ങനെ മൂളുന്നത്? പിന്നെ കൊതുകിനെ മൂളാതെ നീ ഇവിടെ കിടന്ന് പാടാതെ വല്ല കടപ്പുറത്തും പോയി പാട്. അതിന് കടപ്പുറത്ത് പോയി പാടാനേ ഞാൻ അതുമല്ല കൊതുകാണ്. ഡാടാ അടങ്ങ്, നീ ഒരു കൊതുകിന്റെ അത്രയല്ലേ ഉള്ളേ. പിന്നെ കൊതുകനെ ആനന്റെ അത്ര ഉണ്ടാവോ? നീ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ചോര കുടിക്കാൻ നിന്നെ സമ്മതിക്കില്ല. ശോഭ എന്നോട് സഹകരിച്ചാൽ എന്റെ രക്തം അറിഞ്ഞ പറഞ്ഞ കൊത്തും. നിന്നെ ഇപ്പൊ ഞാൻ കാണിച്ചു തരാടാ എവിടെയാ കൊതുകിനെ കൊല്ലണ ബാച്ച്. ഇതിന്റെ ബാറ്ററി കംപ്ലൈന്റ് ആയി തോന്നുന്നു. ഇവൻ അടിച്ചിട്ട് കേൾക്കുന്നില്ലല്ലോ. അത് ബാറ്ററി കംപ്ലൈന്റ് അതല്ല, ആ ബാറ്റ് നന്നായിട്ട് ട്രാക്ക് ആകാം. ഇപ്പൊ ഇതിന്റെ രണ്ടടി കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഉറക്കം പറ്റില്ലെന്നേ. അതുകൊണ്ട് ഇനിയും അടിക്ക്. എടാ ഈ ഫ്ലാറ്റിൽ എത്രയോ പേരുണ്ട്, എന്നിട്ട് നീ എന്തിനാ എന്നെ തന്നെ കുത്തുന്നത്? അതാണ് കൊതു. ആ എന്റെ അച്ഛന്റെ പേര് കൊതു, അമ്മന്റെ പേര് കൊതു. അപ്പൊ ഞാൻ കൊതു. നിനക്കൊരു സ്റ്റാൻഡേർഡും ഇല്ല. കാരണം നീ പൊട്ടിപ്പൊളുന്ന സ്ഥലത്തൊക്കെ അല്ലേ കിടക്കണത്. ഞാൻ പൊട്ടിപ്പൊളുന്ന സ്ഥലത്ത് കിടക്കണ നല്ലേ ഉള്ളൂ, അല്ലാതെ നിന്നെ പൊലിപ്പൊട്ടി വന്ന സ്കിറ്റ് കളിക്കില്ലല്ലോ. അപ്പൊ നീ സ്കിറ്റൊക്കെ കാണാറുണ്ടാ? ആ അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. സെലിബ്രിറ്റികളെ മാത്രം കടിക്കുന്ന ഒരു കൊത തന്നെ. ഇന്നലെ തന്നെ നാദശേഖരനാണ് എന്തോരം കടി കൊടുത്തന്ന. നീ ശരിക്കും നാദശേഖർ കടിച്ചാ? ആ അതിനുശേഷം ഞാൻ മൂളുന്ന ല്ലേ അത് തിരിച്ചു മുഴുതാൻ തുടങ്ങി. അതെന്താ? പുള്ളിവിന്റെ പാലിപ്പാട്ടിന്റെ ആളല്ലേ. പോന്നേരം എന്നോട് പറയാ അതിലൊന്നും കൂടെ ഒരു കടി ഒത്തേക്ക്. അതെന്തോത്തിനാ? അവര് തമ്മിൽ അത്രയ്ക്ക് ഫ്രണ്ട്ഷിപ്പ് അല്ലേ. എന്തിട്ടാൻ ദിലുവിന് കൊടുക്കും. ശരിയാ, അവര് നല്ല ഫ്രണ്ടാ. അല്ല നിനക്ക് ഏത് സെലിബ്രിറ്റിനെ കടിക്കാനാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അത് നോബി. നമ്മുടെ നോബി അണ്ണനാ? അതെന്താടാ കാര്യം? നോബി അണ്ണനാവുമ്പോ നമ്മൾ എത്ര കടിച്ചാലും തരിച്ചടിക്കത്തോലും ഇല്ല. അതാണ് നോബി ചേട്ടന്റെ നല്ല മനസ്സ്. ഒരു കൊതുകിനെ പോലും നോവിക്കത്തില്ല. നല്ല മനസ്സിന്റെ ഒന്നും അല്ല, ഒന്ന് കൈയെടുത്തൊന്ന് അടിക്കാൻ പോലും പുള്ളിക്ക് മടിയാ. അല്ല നീ ടിനി ടോമിനെ കുത്തിയിട്ടുണ്ടാ? ട്രോളന്മാര് മൊത്തം കുത്തി ചോരത്തേക്കോ. എന്തിനാണ് പാത്തിനെ? അതുകൊണ്ട് ഞാൻ വെറുതെ വിട്ട്. ഇനി ടിനി ടോമിനെ എന്നല്ല വേറെ ഒരു സെലിബ്രിറ്റിനെ കുത്താൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. നിന്നെ എടി മോളെ തോൽവി. തോൽവിയല്ല തൻവി. ആ തൻവി ഈ പാനിന്റെ സ്റ്റാറായ എന്നെ നിനക്ക് അറിയാത്തോണ്ടാ. പാൻ ഇന്ത്യൻ സ്റ്റാറാ? ആ അമേരിക്കയിലുള്ള. അമേരിക്കല്ലടാ പാവയ്ക്ക, അമേരിക്കന്നായിരിക്കും ഉദ്ദേശിച്ചത്. ആ അവിടെയുള്ള ആന്റണി പെരുമ്പാമ്പിനെ. പെരുമ്പാമ്പല്ലടാ മൂർഖൻ. ഓ ആന്റണി പെരുമ്പാവൂര്, അതുപോലും പറയാൻ അറിയത്തില്ല. എന്നിട്ട് അമേരിക്കയിലുള്ള ആന്റണി പെരുമ്പാവൂരിനെ ഞാൻ ഇവിടെ ഇരുന്ന് കരയിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് പോടാ. ആന്റണി പെരുമ്പാവൂർ അമേരിക്കയിലായിരിക്കുമ്പോ നീ എങ്ങനെയാണ് ഈ കേരളത്തിൽ ഇരുന്ന് കരയിപ്പിക്കുന്നേ? ഞാൻ ഇവിടെ നിന്ന് മോഹൻലാലിനെ കുത്തും. മോഹൻലാലിന് വേടനെടുത്ത ആന്റണി പെരുമ്പാവൂർ എന്ന് കരയും. നീ ആള് കൊള്ളാല. അപ്പൊ നീ മമ്മൂക്കയെ കുത്തിയിട്ടുണ്ടാ? മമ്മൂക്കനെ കുത്താൻ തന്നെ പഠിച്ചോടിച്ച്. മമ്മൂക്ക അടിച്ചാ? അല്ല പിഷറടി കൗണ്ടർ അടി. അത് കേട്ടാ പിന്നെ ആരായാലും ഓടും. അല്ല എന്തായാലും നീ എന്നെ കുത്താൻ പോണില്ല. കുത്തുന്ന് പറഞ്ഞാ ഞാൻ കുത്തിയിരിക്കും. ഇതുവരെ ഒരാളെ മാത്രമേ ഞാൻ കുത്താറിട്ടുള്ളൂ. അതറിയാടാ? അത് നമ്മടെ പ്രദോഷ് ചേട്ടനില്ലേ, കലാഭവൻ പ്രചോദാണോ നീ ഉദ്ദേശിച്ചത്? പുള്ളി തന്നെ. ഞാൻ കുത്താൻ വേണ്ടി ചെന്നപ്പോ പുള്ളി ചേച്ചി നിന്നോണ്ട് മിമിക്രി കാണിച്ചോണ്ടിരിക്കും പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്ന്. അതെന്താണ് നീ കുത്താതെ പോന്നേ? പുള്ളി അവിടെ നിന്ന് പ്രേക്ഷയുള്ള ചോര പിടിക്കല്ലേ. ഞാൻ ഇങ്ങനെ സെലിബ്രിറ്റികളെ കുത്തിക്കൊണ്ടിരുന്നാലേ നിന്റെ പേര് കേസ് എടുക്കുവേ. അങ്ങനെ കേസ് അടിക്കാനൊന്നും നടക്കത്തില്ല മോളെ. ഞാൻ നമ്മയുടെ മെമ്പറാ. സിനിമ അസോസിയേഷനോ? അല്ല, ഓൾ മോസ്കിറ്റോ മൂളൽ അസോസിയേഷൻ. അല്ല നിങ്ങൾക്ക് ഇങ്ങനെ അസോസിയേഷൻ ഒക്കെ ഉണ്ടായിട്ടും എന്തിനാടാ വീണ്ടും വീണ്ടും ഞങ്ങളെ ഇങ്ങനെ കുത്തുന്നേ? അത് പിന്നെ ഞങ്ങൾ എപ്പോ കുത്താൻ വന്നാലും നിങ്ങൾ ഇങ്ങനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുമല്ലേ. അത് ശരിയാ.
അല്ല, സാധാരണ പെൺകൊതുകളല്ലേ ബ്ലഡ് കുടിക്കുന്നത്, പിന്നെ നിനക്കെന്താ എന്റെ ബ്ലഡിന്റെ ആവശ്യം? അതെ, എന്റെ ഭാര്യ ഗർഭിണിയാ. അതുകൊണ്ട് സാധാരണ മനസ്സിലാക്കിയ പുളിമാങ്ങ മസാല ദോശ ഇഷ്ടം. പക്ഷെ എന്റെ ഭാര്യ ഒരു കൊതുകായോണ്ട് അവർക്ക് ഇച്ചിരി ബ്ലഡിന്റെ ആവശ്യമുണ്ട്. അപ്പൊ പിന്നെ ഭർത്താവായി ഞാൻ ഇറങ്ങിയാലല്ലേ പറ്റുള്ളൂ. ഞാൻ കൗണ്ടർ അടിച്ചതല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഒരു ഭർത്താവിന്റെ രോദനം. അല്ല, അങ്ങനെ നിനക്ക് എന്റെ ബ്ലഡ് കുടിക്കണോന്നാണെങ്കിലേ നീ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാ മതി. അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. അതെന്താ? ഒരു കൊതിനെ 1-2 ആഴ്ച ആയുസുള്ളൂ. അയ്യോ, എന്ത് പറ്റി? എനിക്കിന്ന് 2 ആഴ്ച തികയും. ഞാൻ മരിക്കാൻ പോന്നു. അയ്യോ അമ്മേ. ചത്തുപോയാ? ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കൊതുക് എന്നോട് സംസാരിച്ചത്. എന്നാലും അവന് ഈ ഗതി വന്നല്ല. അവന് ഇത്തിരി ചോരയല്ലേ ചോദിച്ചുള്ളൂ, അല്ലാതെ എന്റെ വീടൊന്നും ചോദിച്ചില്ലല്ലോ. അതങ്ങ് കൊടുത്താ മതിയായിരുന്നു. എന്നാലും അവൻ മരിച്ചു പോയല്ലോ. കൊതുക് കൊതുക് മുട്ടയിട്ട കൊതുക് 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 മുട്ടയിട്ട കൊതുക് 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 മുട്ടയിട്ട കൊതുക്. അപ്പൊ നീ ചത്തില്ലായിരുന്നോ? ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞതാ. സെലിബ്രിറ്റിയിൽ മാത്രം കടിക്കുന്ന ഒരു സെലിബ്രിറ്റി കൊതുകാണെന്ന്. അതുകൊണ്ട് സെലിബ്രിറ്റികൾക്ക് ഒരിക്കലും മരണമില്ല, ജീവിക്കുന്നു നിങ്ങളിലൂടെ. കൊതുക് 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 മുട്ടയിട്ട കൊതുക് 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 മുട്ടയിട്ട കൊതുക്. I am waiting.